ആട്ടം. ഈ സിനിമ സിനീദൂതിന് മികച്ച സിനിമാനുഭവമാണ് നൽകിയത്. ഒരു നാടകത്തിൽ എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം? സംഭാഷണത്തിന്, അല്ലേ? അതെ, ഭാവാഭിനയത്തെക്കാളും പശ്ചാത്തലത്തെക്കാളും എപ്പോഴും നാടകത്തിൽ പ്രാധാന്യം സംഭാഷണത്തിന് തന്നെയായിരിക്കും. അതുതന്നെയാണ് നാടകത്തെ പശ്ചാത്തലമാക്കി ആനന്ദ് ഏകർഷി ഒരുക്കിയ ആട്ടവും മികച്ച സംഭാഷണങ്ങളാലാണ് പ്രേക്ഷക മനസ്സുകളിൽ അലയടിക്കുന്നത്. സസ്പെൻസ് ചേംബർ ഡ്രാമ യോണർ മലയാളത്തിൽ അധികമാരും ഉപയോഗിക്കാത്ത ഒരു അവതരണ രീതിയാണിത്. ഹോളിവുഡിൽ നിന്നും ഈ യോണറിൽ പിറന്ന 12 ആംഗ്രി മെൻ, ദി മാൻ ഫ്രം എർത്ത് എന്നീ ചിത്രങ്ങൾ എക്കാലത്തെയും ഹിറ്റുകളാണ്. ഈ യോണറിൽ എത്തിയ മേൽവിലാസം, 12th മാൻ എന്നീ മലയാള ചിത്രങ്ങളും നിരൂപക പ്രശംസ നേടിയവയാണ്. ഇതിൽ 12 ആംഗ്രി മെന്നെ അടിസ്ഥാനമാക്കിയാണ് ആട്ടം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു റൂമിനുള്ളിൽ കുറേ മനുഷ്യർ ചേർന്നുള്ള സംഭാഷണം ദൃശ്യവൽക്കരിക്കുമ്പോൾ പ്രേക്ഷകന് ഒരു അലോസരം തോന്നാറുണ്ട്. സിനിമ ഒരു മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങുന്നതായി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ആട്ടത്തിൽ അനിരുദ്ധ് അനീഷിന്റെ ക്യാമറ ആ പ്രതിസന്ധിയെ വിദഗ്ധമായി മറികടന്നിരിക്കുന്നു. ദൃശ്യങ്ങൾക്ക് അനുസൃതമായി ബേസിൽ സീജയുടെ പശ്ചാത്തല സംഗീതവും കൃത്യമായി സിനിമയ്ക്കുള്ളിൽ ഒഴുകിച്ചേരുന്നുണ്ട്. എഡിറ്റർ മഹേഷ് ഇവിടെയൊക്കെ തന്റെ കത്രിക ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയേയില്ല. കാരണം ഈ സിനിമയുടെ എഴുത്തുകാരൻ കൂടിയായ സംവിധായകൻ ആനന്ദ് ഏകർഷിയുടെ ഡയലോഗുകളിൽ നമ്മൾ കുരുങ്ങിപ്പോകും. അത്രയ്ക്ക് നന്നായി അദ്ദേഹം ഈ തിരക്കഥയിൽ പണിയെടുത്തിട്ടുണ്ട്. സിനിമയിലെ അഭിനേതാക്കളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിനയ് ഫോർട്ട് ഒഴികെ എല്ലാവരും ഒന്നിനൊന്ന് അവരുടെ മികച്ച അഭിനയ മികവ് പുറത്തെടുത്തിട്ടുണ്ട്. വിനയ് ഫോർട്ടിനെ വിനയ് ആയി തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, ഈ സിനിമയിലെ അഭിനേതാക്കളിൽ ഭൂരിപക്ഷം പേരുടെയും പേരുകൾ തന്നെയാണ് കഥാപാത്രങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതൊരു പുതുമയായി തോന്നി. ഇപ്പോൾ നിർത്തുന്നു. ആട്ടം ആടിത്തിമിർക്കുന്നത് കാണേണ്ടത് തന്നെയാണ്. നന്ദി.